ആ മരണത്തിന് വല്ലാത്ത പ്രയാസമാണ്, ആ മരണത്തിന് വല്ലാത്ത നൊമ്പരമാണ്. ആരംഭ ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയമുള്ള കർണാടകയിലെ പന്മല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഏത് സമയത്തും എന്റെ പ്രിയമുള്ളവരെ മരണമെന്ന് പറയുന്ന അത്ഭുതം കടന്നു വരുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കുന്നതാണ്, എല്ലാവരും മരിക്കുന്നതാണ്. കണ്ടില്ലേ ഈ മഖാം, കണ്ടില്ലേ ഈ മഖാമിൽ എന്റെ പ്രിയപ്പെട്ടവരെ അന്തിയുറങ്ങുന്ന മഹാനീചാരത്ത് കിടക്കുന്നുണ്ടല്ലോ. സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, ആ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എത്രയോ ഉസ്താദുമാര് എന്ന 6 അടി മണ്ണിന്റെ ഉള്ളറയിലാണ് ഈ മനോഹരമാകുന്ന പന്മല എന്ന് പറയുന്ന പ്രദേശത്ത് നേതൃത്വം കൊടുത്ത എത്രയോ പേരെന്റെ പ്രിയപ്പെട്ടവരെ 6 അടി മണ്ണിന്റെ ഉള്ളറയിലാണ്. അതാണ് മരണമെന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും മരിക്കുന്നതാണ്. ഉമർ തങ്ങൾ വഫാത്തായില്ലേ, അലിയാർ തങ്ങൾ വഫാത്തായില്ലേ, ഉസ്മാൻ തങ്ങൾ വഫാത്തായില്ലേ, ഖദീജ ബീവി വഫാത്തായില്ലേ, ശംസുൽ ഉലമ വഫാത്തായില്ലേ, എല്ലാവരും മരണപ്പെടുന്നതാണ്. അല്ലാഹുവേ, നല്ല മരണം തരണേ അല്ലാഹ്, നല്ല മരണം തരണേ അല്ലാഹ്, നല്ല മരണം തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയുമല്ലോ. മരണത്തിന്റെ വേദനയെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ ചരിത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈസാ നബിയുടെ ചരിത്രം എന്ന് പറയുന്നത്. ആരാണ് ഈസാ നബി എന്നറിയോ? ആരാണ് ഈസാ നബി എന്നറിയോ? ഈസാ നബി അലൈഹിസ്സലാം ആര് മരണപ്പെട്ടാൽ ഈ പന്മലയുടെ പരിസരത്ത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഈസാ നബി ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കിയെടുത്ത് ഈസാ നബിയുടെ മുമ്പേ കൊണ്ടിടുവാണെങ്കിൽ ഈസാ നബി എന്തു പറയും? ഇതിനില്ല എടാ ചങ്ങാതി, അള്ളാന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാന്റെ കഴിവ് കൊണ്ടാണ് അത് എണ്ണീച്ചു പോകാൻ പറയും. എന്ത് ചെയ്യും? എണ്ണീച്ചു പോകാൻ പറയും. ഈ നിമിഷം എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ എണ്ണീച്ചു പോകും. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താകട്ടെ, ഇനി ചീന മയ്യത്താകട്ടെ, ആരും ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യും? എണ്ണീച്ചങ്ങോട്ട് പോകും. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ജീവിപ്പിക്കുന്ന കാര്യം അറിഞ്ഞിട്ട് ഒരു ദിവസം കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഈസാ നബിയെ, ഈ മുമ്പിൽ കിടക്കണം മയ്യത്ത് നിങ്ങളൊന്ന് എണ്ണീപ്പിക്കണം അല്ലേ? ഈ പന്മലയുടെ പരിസരത്ത് ആരെങ്കിലും മരണപ്പെട്ടാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുമ്പ് ചെന്ന് പറഞ്ഞാൽ ഈസാ നബിക്ക് പറ്റുമെങ്കിൽ ഈസാ നബി എന്ത് ചെയ്യും? അങ്ങനെ എണ്ണീപ്പിച്ചു വിടും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? എണ്ണീപ്പിച്ചങ്ങ് വിട്ടു. അപ്പൊ കുറച്ചാളുകൾ പറഞ്ഞു, ഈസാ നബിയെ, ഇതിപ്പം പലർക്കും ചിലപ്പോൾ അള്ളാഹ് ഈ കഴിവ് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. 1000 കൊല്ലം പഴക്കമുള്ള നമ്മുടെ തൊട്ടടുത്ത് കിടക്കണ ഖബറിന്റെ അകത്തുള്ള ചങ്ങാതി എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ജീവിപ്പിച്ച് കാണിക്കണം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അങ്ങ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ ഖബർ വിളിക്കാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറങ്ങ് പൊളിക്കാൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഖബറങ്ങ് പൊളിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എല്ലുകൾ എന്റെ പ്രിയമുള്ളവരെ ആ ഖബറിൽ ഇങ്ങനെ ദ്രവിച്ചു കിടക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ പ്രിയമുള്ളവരെ ആ ഖബറിൽ നിന്ന് ആ എല്ലിങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹ് മോനെ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാന്റെ ഖുദ്റത്ത് കൊണ്ട് നീ എണ്ണീച്ചു പോകാൻ ഈസാ നബി പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം എണ്ണീക്കുകയാണ്. അദ്ദേഹം എണ്ണീച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഈസാ നബിയെ, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് നടക്കുന്നത്? ഞാൻ ഖബറിലല്ലേ? ഈ ഖബറിൽ നിന്ന് എന്നെ ആരാണ് എണ്ണീപ്പിച്ചത്? എന്തിനാണ് എന്നെ എണ്ണീപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മോനെ, ഞാനാണ് എണ്ണീപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എടാ ചങ്ങാതി,
ചങ്ങാതി ഞാനാ നിന്നെ എണ്ണീപ്പിച്ചത്. ഈസാ നബിയോട് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ ഖബറിൽ നിന്ന് എണ്ണീച്ച ചങ്ങാതി പറഞ്ഞു, ഈസാ നബിയെ എന്തിനാണ് എണ്ണീപ്പിച്ചത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന പോലെ ഇന്ന ആളുകൾക്കൊരു സംശയം, അങ്ങനെ നിന്നെ എണ്ണീപ്പിച്ചതാ. ഈസാ നബി എടുത്തു പറഞ്ഞു, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈസാ നബി പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാൻ. എടാ ചങ്ങാതി, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ചോദിച്ചിട്ട് എന്നെ പെട്ടെന്ന് തന്നെ ഖബറിലേക്ക് മടക്കിക്കോളി. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചോദ്യം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ആ ഖബറിൽ നിന്ന് എണ്ണീച്ചു വന്ന ചങ്ങാതി എടുത്ത് ചോദിച്ചു. അതാണ് നമ്മുടെ വിഷയം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, അല്ലയോ മോനെ, ഏറ്റവും വലിയ വേദന എന്താ? ഏറ്റവും വലിയ വേദന എന്താ? മരണത്തിന്റെ വേദനയാണോ മോനെ? ആരുമില്ലാത്ത ഖബറിൽ കിടക്കുന്ന വേദനയാണോ മോനെ എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സഹോദരൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈസാ നബിയോട് പറയുകയാണ്, ഈസാ നബിയേ, ഏറ്റവും വലിയ വേദന എന്താ? ഏറ്റവും വലിയ വേദന എന്താ? ആരുമില്ലാത്ത ഖബറുണ്ടല്ലോ അല്ലാ, ആരുമില്ലാത്ത ഖബറുണ്ടല്ലോ അല്ലാ, കൂടെ കിടന്ന ഭാര്യയില്ലാത്ത ഖബറുണ്ടല്ലോ അല്ലാ, കൂടെ കളിച്ച മക്കളില്ലാത്ത ഖബറുണ്ടല്ലോ അല്ലാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുലകുടി മാറാത്ത പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുണ്ടല്ലോ, ആ മക്കളെന്റെ പ്രിയപ്പെട്ടവരെ നാളെ വളർന്നു വലുതാകുമ്പോ നീ മരണപ്പെടുമ്പോ നിന്റെ മയ്യത്തിന്റെ മുകളിൽ വന്നിട്ട്, നിന്റെ ഖബറിന്റെ മുകളിൽ വന്ന് എന്റെ പ്രിയപ്പെട്ടവരെ 3 പിടി മണ്ണ് മാറിയിട്ടിട്ട് പോകുന്നതാണ്. അതാണ് മരണമെന്ന് പറയുന്നത്. ആരുമില്ലാത്ത ഖബറുണ്ടല്ലോ അല്ലാ. ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെടക്കു പകരം മാണമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത അത്ഭുതം നിറഞ്ഞതാണ്. ആ സഹോദരനോട് എന്റെ പ്രിയപ്പെട്ടവരെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അല്ലയോ മോനെ, ഖബറിലാണോ ഏറ്റവും വലിയ വേദന എന്ന് പറയുമ്പോ ആ സഹോദരൻ എന്റെ പ്രിയമുള്ളവരെ ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുന്ന, നബിയേ, അല്ല നബിയേ, അല്ല നബിയേ, അല്ല നബിയേ, ഖബറല്ല നബിയേ, ഖബറല്ല നബിയേ, ഖബറിലേക്ക് വെച്ച് കഴിയുമ്പോ ഒരുപാട് ആദാബുകൾ കടന്നു വീഴും നബിയേ, എന്റെ വാരിയല്ലുകൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിൽ എന്നെ ഖബർ ഇങ്ങനെ ഇടുക്കും നബിയേ, അതല്ല നബിയേ വേദന എന്ന് പറയുന്നത്. ഈസാ നബി അതാ അത്ഭുതത്തോടുകൂടെ ചോദിക്കുകയാണ്, എന്താണ് മോനെ ഏറ്റവും വലിയ വേദന എന്താ? ഏറ്റവും വലിയ വേദന എന്താ? ആ സഹോദരനതാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടതാ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, പഠിച്ചോ ചെറുപ്പക്കാരാ, ഏത് സമയത്തും മരിക്കും ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവരതാ ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹ് എന്താണ് പറഞ്ഞതെന്നറിയോ? തീമാറുന്ന കണ്ണുമായി ബഹുമാനപ്പെട്ട അസ്റായീൽ കടന്നു വരുമല്ലോ, തീമാറുന്ന രംഗമായി അസ്റായീൽ കടന്നു വരുമല്ലോ, പേടിപ്പിക്കുന്ന രീതിയിൽ പേടിപ്പിക്കുന്ന രീതിയിൽ എന്റെ പ്രിയമുള്ളവരെ കറുത്ത വിരൂപിയായിട്ട് അസ്റായീൽ കടന്നു വരുമല്ലോ. അസ്റായീൽ വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്ന രംഗമുണ്ടല്ലോ, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല നബിയേ, കഴിയുന്നില്ല നബിയേ. അതാണ് മരണമെന്ന് പറയുന്നത്. ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാരത്തതാ അസ്റായീൽ കടന്നു വരാം. ഈ മനോഹരമാകുന്ന വാഴ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ ഒറ്റരാൾക്കും എന്റെ പ്രിയമുള്ളവരെ ഇവിടെ നിന്ന് ഇറങ്ങാനോ പറ്റൂല. ബഹുമാനപ്പെട്ടവർ എന്താ പറയണത്?